Welcome to Doctrinal Learning, being taught and learned. പോസ്റ്റ് മോഡേണിസം ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മളുടെ സബ്ജക്റ്റ്. 1980s ഇൻ്റർനാഷണൽ റിലേഷൻ സ്കോളർഷിപ്പ് എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സ്കോളർഷിപ്പിൻ്റെ ഭാഗമായി ഒരു സമീപനം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമീപനം, ഒരു അപ്രോച്ച് മാത്രമാണ് എന്ത് പോസ്റ്റ് മോഡേൺ ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ചിന്തയുടെ തലങ്ങൾ വേറെ പല തരത്തിലുണ്ടെങ്കിൽ പോലും പോസ്റ്റ് മോഡേണിസ്റ്റിക് തിയറിയിലെ ഒരു പ്രധാന ഘടകം ട്രൂത്തിലേക്ക്, സത്യത്തിലേക്ക് നേരിട്ട് ആക്സസ് ഉള്ളത് അല്ലെങ്കിൽ നേരിട്ട് പ്രവേശനം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ഏതൊരു വിവരവും ഏതൊരു നോളജിനെയും അവിശ്വസിക്കുക എന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന ഒരു ട്രൂത്ത്, ആ ട്രൂത്തിനെ കുറിച്ച് നേരിട്ട് ആക്സസിബിലിറ്റിയും ഉണ്ട്, എന്നാൽ അതിനെ അവിശ്വസിക്കുന്നതാണ് ഈ പോസ്റ്റ് മോഡേണിസ്റ്റിക് തിയറിയിൽ വരുന്നത്. ഓക്കെ, പോസ്റ്റ് മോഡേൺ ഇൻ്റർനാഷണൽ റിലേഷൻസ് തിയറി മാർക്സിസം പോലുള്ള തിയറികളെ വിമർശിക്കുന്നു. ഇത് ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ചരിത്രത്തിന് വളരെ അതിശയകരമായ ഒരു അളവുകോലും നമുക്ക് തരികയാണ്. പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സിലെ കീ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ജീൻ ഫ്രാങ്കോയ്സ്, ലൈറ്റാർഡ്, മിഷേൽ ഫോക്കോൾട്ട് ആൻഡ് ജാക്കിസ് ഡെറിഡ. ഇൻ്റർനാഷണൽ റിലേഷൻസോടുള്ള പോസ്റ്റ് മോഡേണിസ്റ്റിക് അപ്രോച്ചിനെ കുറിച്ചുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത്, ഇവർ തിയറിറ്റിക്കൽ സങ്കല്പങ്ങൾക്കാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. അനുഭവ സാക്ഷ്യങ്ങളുമായിട്ട് പൊതുവെ ഇവർ ശ്രദ്ധിക്കാറില്ല. ഇവർ തിയറിക്കാണ്, അല്ലാതെ എക്സ്പീരിയൻസിന് ഇവർ ഫോക്കസ് ചെയ്യുന്നില്ല. തിയറിക്ക് മാത്രമാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് ഇവർക്കെതിരെയുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ അനുഭവത്തിൻ്റെ വെളിച്ചം എന്ന ഒരു തിയറി ഇവർക്കില്ല. ശ്രദ്ധിക്കുക, IR എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ റിലേഷന് വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. നമ്മുടെ ഫിലോസഫർ വാക്കറുടെ കുറച്ച് അനുമാനങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് മോഡേൺ ഇൻ്റർനാഷണൽ റിലേഷൻ തിയറിയുടെ അനുബന്ധ സാഹിത്യം, അതുമായി അസോസിയേറ്റഡ് ചെയ്യപ്പെട്ട ലിറ്റററി സാഹിത്യങ്ങൾ, ഫിലോസഫിക്കൽ ദാർശനികമായ കാര്യങ്ങൾ, അതുപോലെ വിഷ്വൽ മാനിഫെസ്റ്റേഷൻ മീൻസ് ദൃശ്യപ്രകടനങ്ങൾ, ഇതിൽ നിന്നൊക്കെ വേർപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ത് ഈ IR മീൻസ് ഇൻ്റർനാഷണൽ റിലേഷൻ. ഇനി ആരുടെ അവകാശവാദമാണ്? വാക്കറുടെ അവകാശവാദമാണ്. അപ്പോൾ പോസ്റ്റ് മോഡേൺ ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ അനുബന്ധ സാഹിത്യം ലിറ്റററി, ഫിലോസഫിക്കൽ ആൻഡ് വിഷ്വൽ മാനിഫെസ്റ്റേഷനിൽ നിന്ന് എടുക്കാൻ കഴിയുമെന്ന് നമ്മുടെ വാക്കർ അവകാശപ്പെടുന്നു. ഓക്കെ, ഇനി മറ്റ് വിഷയങ്ങളിൽ നിന്ന്, മറ്റ് സബ്ജക്റ്റുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇൻ്റർനാഷണൽ റിലേഷൻസ് അതിർത്തികളുടെ അഥവാ ബൗണ്ടറികളുടെ രാഷ്ട്രീയവുമായി വ്യക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നമ്മുടെ വാക്കർ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രത്യേക ക്രമവും സമുദായവും തമ്മിലുള്ള അതിർത്തികളുടെ സുരക്ഷയും, അതുപോലെ തന്നെ ലംഘനങ്ങൾ അല്ലെങ്കിൽ അവയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ച് വിശദീകരിക്കാനും ഉപദേശം നൽകാനും യൂണിവേഴ്സലി ആവിഷ്കരിച്ചെടുത്ത ഒരു മാനവികതയാണ് എന്ത് ഈ IR അഥവാ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ഫിലോസഫറായിട്ടുള്ള ഡെറിഡൻ സമ്മതിക്കുന്നു നമ്മുടെ IR എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമാണ്, ഒരു ഡിസിപ്ലിനാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. ഈ IR പ്രത്യേകിച്ചും പോസ്റ്റ് മോഡേണിസ്റ്റിക് അപ്രോച്ചിന് വളരെ സഹായകമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ സിദ്ധാന്തങ്ങളുടെ പോരായ്മകളെ ഏറ്റവും നന്നായി വെളിപ്പെടുത്തുന്ന പ്രതിഭാസങ്ങളുടെ ഒരു ലെൻസാണ് എന്ത് ഈ ഇൻ്റർനാഷണൽ സ്റ്റേജ് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. നമുക്ക് ആക്ച്വലി ഒരൊറ്റ സിംഗിളായിട്ടൊരു ഡെഫിനിഷനോ ഒരു എക്സ്പ്ലനേഷനോ നമുക്ക് ഈ IRന് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് നേരത്തേക്ക് പറഞ്ഞ പോലെ ഒരുപാട് മേഖലകൾ ഉൾക്കൊള്ളുന്ന ഒരു യൂണിവേഴ്സലി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ IR മീൻസ് ഇൻ്റർനാഷണൽ റിലേഷൻ. എന്താണ് ഇൻ്റർനാഷണൽ റിലേഷൻസ്? സ്റ്റേറ്റ്സിനും ഉള്ളിലുള്ള സംഭവങ്ങൾക്കുമുള്ള ബന്ധമാണ് IR എന്ന് പറയുന്നത്. ഈ IRൽ
രണ്ട് തരം ആക്ടേഴ്സിനെ നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ആക്ടേഴ്സ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ദേശം, നോൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലുള്ള ആളുകൾ. ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അതൊക്കെ ഒരു കമ്പനികളുടെയാണ്. അത് അല്ലെങ്കിൽ അൽ ഖ്വയ്ദ അങ്ങനെയുള്ള വല്ല തീവ്രവാദ സംഘങ്ങൾ, അല്ലെങ്കിൽ LTT, ഐസ്ലെസ് എക്സെട്ര, അങ്ങനെ എന്തും ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ സംഭവങ്ങളെയും നമ്മൾ നോൺ സ്റ്റേറ്റിൽ ഉൾപ്പെടുത്തും. ഇനി തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ അതും ഉൾപ്പെടുന്നത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൽ തന്നെയാണ്. എന്തിനൊക്കെയാണോ ഒരു ഗവൺമെൻറ് ഉള്ളത്, അല്ലെങ്കിൽ ഏതിനൊക്കെയാണോ ഒരു ദേശം, ഒരു പ്രദേശമായിട്ടൊക്കെ നമ്മൾ നോക്കിക്കാണുന്നത്, അതൊക്കെ സ്റ്റേറ്റിലാണ് പെടുക. ഈ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നോക്കുന്നത്: പൊളിറ്റിക്സ്, ഇക്കണോമിക്സ് ആൻഡ് സെക്യൂരിറ്റി. ഈ പറഞ്ഞ 3 പൊളിറ്റിക്സ്, എക്കണോമിക്സ് ആൻഡ് സെക്യൂരിറ്റി, ഈ 3 എന്തൊക്കെ ചെയ്യണം എന്നത് സ്റ്റേറ്റിലും നോൺ സ്റ്റേറ്റിലുമുള്ള ആളുകൾ എന്ത് ചെയ്യണം എന്ന് നോക്കുന്നതാണ് IR, ഇൻ്റർനാഷണൽ റിലേഷൻ. ഇതിൽ തന്നെ 2 കാര്യങ്ങളാണ് നോക്കുന്നത്: കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. കോപ്പറേറ്റ് ചെയ്താണോ പോകുന്നത് അതോ കോൺഫ്ലിക്റ്റിലൂടെയാണോ പോകുന്നത് എന്ന രീതിയിൽ. കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് ജോലി ചെയ്യുന്നത്. കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്, പ്രശ്നവുമായി ബന്ധപ്പെട്ട കലഹങ്ങളൊക്കെ അതിൽ പെടും. ഈ സ്റ്റേറ്റ് ആക്ടേഴ്സും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും ഈ പറയുന്ന 3 കാര്യങ്ങൾ, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ആൻഡ് സെക്യൂരിറ്റി, ഇതിൽ കോപ്പറേഷൻ ചെയ്താണോ അതോ കോൺഫ്ലിക്റ്റോടു കൂടിയാണോ പോകുന്നത് എന്നതാണ് ബേസിക് ഇൻ്റർനാഷണൽ റിലേഷൻ. ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് IR ഒക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. പോസ്റ്റ് മോഡേൺ അനാലിസിസ് ഓഫ് ഇൻ്റർനാഷണൽ റിലേഷനിൽ വിശകലനത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഐഡിയാസ് അല്ലെങ്കിൽ ഏരിയാസ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിലിറ്റി എന്ന് വെച്ചാൽ അദൃശ്യമായത്, അതുപോലെ ഡിസോർഡർ ക്രമം കെട്ടത്, അൺഗവേണബിലിറ്റി എന്ന് വെച്ചാൽ ഒരു അധിനിവേശമില്ലായ്മ എന്നൊക്കെ പറയില്ല. നെക്സ്റ്റ് ടെറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇല്ലേ, ഭീകരത എന്നിങ്ങനെയുള്ള ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? ആക്ച്വലി ഇതൊരു ഡിസിപ്ലിനാണ്. ഈ പറയപ്പെട്ട 3-4 കാര്യങ്ങളാണ് മേജറായിട്ട് IRൽ ഫോക്കസ് ചെയ്യുന്നത്. പോസിറ്റിവിസത്തിന് ശേഷമുള്ള വീക്ഷണത്തിൽ ഫിനോമിനോളജി പ്രതിഭാസത്തോടും അതിൻ്റെ അടിത്തറയോടും അതിൻ്റെ ബേസിനോടുമുള്ള മനോഭാവം പോസിറ്റിവിസം കാഴ്ചപ്പാടിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ പോസിറ്റിവിസം എന്ന് പറയുന്ന അതിൻ്റെ ബേസിലെ പോസിറ്റിവിസത്തിലുള്ള കാര്യങ്ങൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് പോസിറ്റിവിസത്തിന് ശേഷമുള്ള വീക്ഷണത്തിൽ നമുക്ക് കാണാൻ പറ്റുക. 20th സെഞ്ച്വറിയുടെ 3 പതിറ്റാണ്ടുകളായിട്ട് ആരംഭിച്ച ഈ പ്രസ്ഥാനം, ഏത് പ്രസ്ഥാനം, ഈ IR എന്ന് പറയുന്നത് ഇപ്പോൾ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. കലാപരം, ആർക്കിടെക്ചറൽ എന്ന് പറഞ്ഞാൽ വാസ്തുവിദ്യ, ഇത്തരത്തിലുള്ള വ്യൂസുകളിൽ നിന്നും ഇത് സ്ഥാപിക്കപ്പെട്ടു. ഓക്കെ. നമ്മുടെ ഈ IR ഏകദേശം ഈ കലയിൽ നിന്നും അതുപോലെ വാസ്തുവിദ്യയിൽ നിന്നും ഇത് സ്ഥാപിക്കപ്പെട്ട് മറ്റ് സാമൂഹിക ശാസ്ത്ര മേഖലയിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. നോട്ട് ദ പോയിന്റ്. ഓക്കെ. ലാഗൻ, ഡെറിഡ, ട്രുലാറ്റ്, ലിയോഡാർഡ് എന്നിവരുടെ ഈ മേഖലയിലെ മറ്റു സയൻറ്റിസ്റ്റുകളും അതുപോലെ സൈക്കോളജിസ്റ്റിൻ്റെയും വീക്ഷണവും നമ്മുടെ ഡെറിഡറിയൻ്റെ ഷാപ്പിറോ മുതലായവയും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മുടെ IRൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ സൃഷ്ടിച്ചു. ഓക്കെ. ഒറിജിനൽ മുതൽ മാർജിനൽ വരെ ഇത് പരാമർശിക്കുന്നുണ്ട്. ഓക്കെ. കൂടെ ഇത് വളരെ വലിയ ശബ്ദങ്ങളൊന്നുമില്ല, കുറഞ്ഞ ശബ്ദമാണ് നമുക്ക് കേൾക്കുന്നത്. ഈ ചിന്തയിൽ തന്നെ, ഈ തിങ്കിങ് പ്രോസസ്സിൽ ഒന്നിലധികം കാഴ്ചപ്പാടുകളുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ഒന്നിലധികം കാഴ്ചപ്പാടുകളുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, Referring from the original to margin and listening to low voice is a multiple view in the start. ഒറിജിനൽ നിന്നും മാർജിനലിലേക്ക് പോകുമ്പോൾ ലോ വോയിസ് ലിസൺ ചെയ്യാൻ പറ്റും. ഇതിലൂടെ വ്യത്യസ്ത മൾട്ടിപ്പിൾ വ്യൂസ് നമുക്ക് കിട്ടുകയാണ്. ദ ലാക്ക് ഓഫ് ഒറിജിനാലിറ്റി ആൻഡ് അച്ചീവിങ് വേരീസ് ആറ്റിറ്റ്യൂഡ്, ഒറിജിനാലിറ്റിയുടെ അഭാവം വേരീസ് ആറ്റിറ്റ്യൂഡ്സിൻ്റെ നേട്ടവും, ഈ 2 സംഭവവും
ഡിഫറെൻറ്റ് ആംഗിൾ ഷോ ദ പോസ്റ്റ് മോഡേണിസം. പോസ്റ്റ് മോഡേണിസത്തെ വ്യത്യസ്ത കോണിൽ നിന്നും നമുക്ക് കാണിക്കാൻ പറ്റും വിത്ത് എ കംപ്ലീറ്റ് വ്യൂ. ഇതിലൂടെ പോസ്റ്റ് മോഡേണിസത്തെ കംപ്ലീറ്റ് വ്യൂ ആണ് നമുക്കതിൽ നിന്നും കിട്ടുന്നത്. ബൈ എന്തിലൂടെയാണ്? ബൈ ഡിഫറെൻറ്റ് പോസ്റ്റ് സ്ട്രക്ചറൽ വ്യൂസ് ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ്. പോസ്റ്റ് സ്ട്രക്ചറൽ വ്യൂസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലൂടെ ഏതൊക്കെയാണ്? ഈച്ച് ഇമേജ്, ഓരോ ഇമേജും വിത്ത് ഡിഫറെൻറ്റ് വ്യൂ, വിത്ത് ഡിഫറെൻറ്റ് ഓരോ ഇമേജ് അതിന് ഡിഫറെൻറ്റ് വ്യൂ ഉണ്ടായിരിക്കും ഓഫ് മോഡേണിറ്റി മെക്കാനിസം, ഫെനോമെനോളജിക്കൽ ഓണ്ടോളജി ആൻഡ് ഇറ്റ്സ് മിത്തോളജി. അപ്പോൾ പറഞ്ഞത് പോസ്റ്റ് മോഡേണിസത്തെ നമുക്ക് ഡിഫറെൻറ്റ് ആംഗിൾ നിന്നും വളരെയധികം മനസ്സിലാക്കാൻ പറ്റും ബൈ ഡിഫറെൻറ്റ് പോസ്റ്റ് സ്ട്രക്ചറൽ വ്യൂസ്. അത് പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. മെക്കാനിസം, ഫെനോമെനോളജിക്കൽ ഓണ്ടോളജി ആൻഡ് ഇറ്റ്സ് മിത്തോളജി. സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ ആക്ടിങ്ങിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ പറഞ്ഞ ഡിസ്റ്റൻസ് റെഡ്യൂസ് കാര്യം, അത്തരത്തിലുള്ള സൊല്യൂഷൻസ് ഇൻറ്റേർണൽ റിലേഷൻസിൽ ഇഫക്റ്റീവാണ്. പോസിറ്റിവിസത്തിന് പുറത്തുള്ള IRയിൽ വ്യത്യസ്ത വ്യൂസും ഉയർത്താൻ കഴിയും. ഇതിലെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളിന് ഊന്നൽ കൊടുക്കുന്നത് ഡൊമിനൻസിനോ പവർ റിലേഷൻസിനോ പേരിന് മാത്രം അല്ലെങ്കിൽ അതിനെ കണക്കിലേ എടുക്കുന്നില്ല. ഡൊമിനൻസിനും പവർ റിലേഷൻസിനും ഒരു പ്രിയോറിറ്റിയും ഇല്ല. പകരം പരിഗണിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ ബ്രൈറ്റ് റിലേഷൻസ് ആണ്. ഡാർക്ക് ഏരിയാസിന് പകരം ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം അല്ലേ, എവിടെ നോക്കിയാലും IR ആണ്. ഇപ്പോൾ ഗ്രാജുവേറ്റ് മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഏതൊരു ഡിപ്ലോമ നോക്കുകയാണെങ്കിലും എല്ലാത്തിലും ഈ IRൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടുതലാണ്. നമുക്ക് ഒരിടത്ത് ഇരുന്നിട്ട് തന്നെ മറ്റുള്ളതെല്ലാം കൺട്രോൾ ചെയ്യാനും നമുക്ക് അവരിൽ നിന്നുള്ള അകലം കുറയ്ക്കാനും പറ്റുമായിരുന്നു. പണ്ട് ട്രാവൽ ചെയ്യണമായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. പോയി ചെയ്യേണ്ട കാര്യം അവിടെ തന്നെ പോയി കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഇടത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറ്റ് എല്ലാ പ്രൊഫഷൻ ഏത് മേഖല എടുത്ത് നോക്കിയാലും നമുക്ക് ഈസി ടു ആക്സസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം നമുക്ക് ഈ IRലൂടെ ലഭിച്ചു എന്നതാണ്. ദെൻ സുഷൂർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും, സൈക്കോളജിസ്റ്റാണ്. സുഷൂർ എംഫസൈസ് ചെയ്യുന്നു ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. സൈക്കോളജി പഠിച്ചവർക്ക് ഇത് വേഗം ഓടും. ഓക്കെ, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. ദ സൗണ്ട് ഓഫ് ദ ടേം ആപ്പിൾ ഈസ് സിഗ്നിഫയർ. നമ്മൾ ഒരു ആപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു പ്രൊനൗൺസിയേഷൻ ഇല്ല, ഉച്ചാരണം വരുന്നില്ലേ, അതിനെയാണ് സിഗ്നിഫയർ എന്ന് പറയുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് ആപ്പിൾ ഈസ് സിഗ്നിഫൈഡ്. നമ്മൾ പറയുന്ന ആ സൗണ്ടിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ. ആപ്പിൾ എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുണ്ട്, ആ വസ്തുവിനെയാണ് നമ്മൾ സിഗ്നിഫൈഡ് എന്ന് പറയാം. ഓക്കെ, ജാസ്മിൻ എന്ന് പറയുന്നതിനെയാണ് സിഗ്നിഫയർ. ജാസ്മിൻ എന്ന പൂവ്, ആ ഒരു കോൺസെപ്റ്റ്, അതിനെ സിഗ്നിഫൈഡ് എന്ന് പറയും. ഗോട്ട് ഇറ്റ്? ദെൻ the structural relationship between signifier and signified is a semiotic and language is based on these signs. സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലുള്ള ഈ ഘടനാപരമായിട്ടുള്ള ഈ ബന്ധം ഒരു സെമിയോട്ടിക് ആണ്. ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ് ഈ അടയാളങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ദിസ് ഐഡൻറ്റിറ്റി സൈൻ ഈസ് ആർബിട്രറി ആൻഡ് സിഗ്നിഫയർ ഈസ് നോട്ട് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സിഗ്നിഫൈഡ്. സിഗ്നിഫയറിന് പകരം സിഗ്നിഫൈഡ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഇൻ പോസ്റ്റ് സ്ട്രക്ചറലിസം സിഗ്നിഫൈഡ് ഈസ് ഡിക്രീസ്ഡ് ആൻഡ് സിഗ്നിഫയർ ഈസ് എൻ സുപ്പീരിയർ പൊസിഷൻ. പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ സിഗ്നിഫൈഡ് കുറയുന്നു, കൂടാതെ സിഗ്നിഫയർ മികച്ചതാണ്. ഓക്കെ, സിഗ്നിഫയറാണ് മികച്ചത്, സിഗ്നിഫൈഡ് കുറഞ്ഞതാണ്. ഓക്കെ, this means that there is no one by correspondence between assumptions and reality. അസംഷൻസിനും റിയാലിറ്റിക്കും ഇടയ്ക്ക് മറ്റൊരു കറസ്പോണ്ടൻസ് അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഘടനാപരമായും പോസ്റ്റ് സ്ട്രക്ചറലിസത്തിനും ചില സാമ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ ഘടനാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ചില പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ ഒരു ടച്ച്നെസ്സൊക്കെ നമ്മുടെ IRക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദീസ് ഓൾ അബൌട്ട് IR എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ഏരിയ ആണ്. ഓക്കെ, അതിൻ്റെ പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സെക്യൂരിറ്റി, അതുപോലെ ഫെമിനിസം, സ്ട്രക്ചറലിസം, കൺസ്ട്രക്റ്റിവിസം, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്.
എനിവേ താങ്ക് യു. കഴിഞ്ഞോ?